നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാനേജിംഗ് യുവർ ഫിനാൻഷ്യൽ റിസോഴ്സ് ടു അച്ചീവ് യുവർ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഗോൾസ്. അല്ലെ, നമ്മുടെ ലോങ് ടൈം ആയിട്ടുള്ള നമ്മുടെ ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറെ ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഈ ഗോളുകൾ അറ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ റിസോഴ്സ് ആവശ്യമാണ്, പൈസ ആവശ്യമാണ്. അപ്പൊ ആ പൈസ നമുക്ക് എങ്ങനെ നമ്മുടെ ഗോളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അത് കണക്ട് ചെയ്ത് എങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ഇസ് എ പ്രോസസ് ദാറ്റ് ഹെൽപ്പ് ഇൻ മാനേജിംഗ് യുവർ ഫിനാൻഷ്യൽ റിസോഴ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സിനെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം, അതുവഴി ടു അച്ചീവ് യുവർ ലോങ് ടൈം ഓർ ഷോർട്ട് ടൈം ഗോൾസ്. സോ അതാണ് പ്ലാനിങ് എന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നു പ്രിപ്പയറിംഗ് എ ബഡ്ജറ്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് പോസിബിൾ ആകണമെങ്കിൽ നമുക്ക് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കണം. ദ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് യു പ്രിപ്പയർ ദ പേഴ്സണൽ ബഡ്ജറ്റ് ദാറ്റ് ഫിറ്റ് യുവർ ഫിനാൻഷ്യൽ പ്ലാൻ. നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. എനിക്ക് കിട്ടുന്ന സാലറി അല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും സാലറി, അല്ല എനിക്ക് കിട്ടുന്ന ഇൻകം അല്ല ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും എനിക്ക് മറ്റൊരാളുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുവേണ്ടി ഗൈഡൻസ് കൊടുക്കാം, പക്ഷെ ബഡ്ജറ്റ് പ്യൂർലി പേഴ്സണൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് എനേബിൾ യു ടു ട്രാക്ക് യുവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് മിനിമൈസ് യുവർ എക്സ്പെൻസ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഇൻകം, വേരിയസ് സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഇൻകത്തിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, എക്സ്പെൻസിലോട്ട് കണക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എവിടേക്കാണ് എനിക്ക് പേയ്മെന്റ് ഉണ്ടാകുന്നത്, എന്റെ ഓവർ സ്പെൻഡിങ് ആണോ നടക്കുന്നത് തുടങ്ങിയ ഇൻഫർമേഷൻസ് അറിയാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, ഒരു നല്ല ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. ആ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്റെ സ്പെൻഡിങ് നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ബഡ്ജറ്റിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന അതിന്റെ 30% വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുക. 20% കമ്പൾസറി എന്താണ്, ഗോയിങ് ടു സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലോട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ് സക്സസ്ഫുൾ ആയിട്ട് മാറും. നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ, നമ്മുടെ ഗോളിനെ നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്റെ ഇൻകം ഇത്രയാണ്, ഇതിൽ ഞാൻ എന്റെ നീഡ്സിന് വേണ്ടി ഇത്ര മാറ്റി വെക്കുന്നു, വാൻസിന് വേണ്ടി ഇത്ര മാറ്റി വെക്കുന്നു, എന്റെ ഇൻവെസ്റ്റ്മെന്റിനും സേവിങ്സിനും വേണ്ടി ഞാൻ ഇത്ര മാറ്റി വെക്കുന്നു. എന്നിട്ട് അതിനകത്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്താണ് ഫിനാൻസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് ഡിറ്റർമൈൻ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യലിനെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്റെ കറണ്ട് പൊസിഷനെ കുറിച്ച് എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമുക്ക് സാലറി കിട്ടുന്നു, നമ്മൾ പല പേയ്മെന്റുകൾ നടത്തുന്നു, പൈസ തീർന്നു പോകുന്നു, നമ്മൾ ഇതിനെ കുറിച്ചൊന്നും അനലൈസ് ചെയ്യാറില്ല. അപ്പൊ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, നമ്മൾ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, എനിക്ക് കിട്ടുന്ന ഇൻകം ഇതാണ്, ഈ ഇൻകം കൊണ്ട് എനിക്ക് എന്റെ എല്ലാ നീഡ്സിനെയും വാൻസിനെയും സേവിങ്സിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ എവിടെയൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യണം, എന്റെ ഇൻകം കൂട്ടുന്നതാണോ ബെറ്റർ, അതോ ഇപ്പോൾ ഉള്ളതിനെ പോസിബിൾ ആയിട്ട് ചെയ്യണോ. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ടു ഡിറ്റർമൈൻ the current financial position by analyzing the current income, expense and the liability. അതിനുവേണ്ടി നമ്മൾ ഇപ്പൊ നമ്മുടെ ഉള്ള ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ്, ലൈബിലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകണം. ഇറ്റ് കൺസിഡർ യുവർ ഫ്യൂച്ചർ ഗോൾ ആൻഡ് ഹെൽപ്പ് യു ക്രിയേറ്റ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ടു അച്ചീവ് ദം. അതുവഴി നമുക്ക് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. തേർഡ് ഒബ്ജക്റ്റീവ് പറയുന്നതാണ് സെറ്റിംഗ് അപ്പ് ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പൊ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് സെറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ പേ ചെയ്യേണ്ടതുണ്ട്, അല്ലെ ഷോർട്ട് ടൈം ഉണ്ട്, മീഡിയം ടൈം ഉണ്ട്, ലോങ് ടൈം ഗോളുകളുണ്ട്. ഇറ്റ് ഹെൽപ്പ് യു ഐഡന്റിഫൈ യുവർ ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിനെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്തേക്കുക. These goals may include the retirement savings, buying or constructing of a home, children education, marriage, etc. അപ്പൊ നമുക്ക് നിയർ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നമുക്കൊരു ഇമ്മീഡിയറ്റ് ഒരു ഡെപ്റ്റ് പേ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. എന്റെ നിയർ ഫ്യൂച്ചറിൽ എനിക്ക് നടത്തേണ്ടിയിരിക്കുന്ന ഒരു ഗോളാണ്. സോ അത് പോസ്റ്റ്പോൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പൊ നിയർ ഫ്യൂച്ചറിലുള്ളതിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത് ഗോളായിട്ട് സെറ്റ് ചെയ്യുക. മീഡിയം ടൈമില്, ലോങ് ടൈമിൽ ഞാൻ എന്ത് അറ്റൈൻ ചെയ്യണം, എനിക്ക് വീട് വെക്കണോ, കാറ് മേടിക്കണോ, അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും എന്താണ് പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യണോ, എന്റെ ആഗ്രഹങ്ങൾ എന്താണോ, എന്റെ ആവശ്യങ്ങൾ എന്താണോ, അതിനെ ഗോളാക്കി സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിലേ നമ്മൾ ഈ ഗോൾ സെറ്റിങ്ങും അത് അറ്റൈൻമെന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യുക, നമ്മുടെ
ഫിനാൻഷ്യൽ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? സെറ്റിംഗ് എ ഫിനാൻഷ്യൽ പ്ലാൻസ്. ഇനി ഇതിന്റെ ബേസിൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം. വീട് വെക്കണമെന്ന് പറയുന്ന ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് 50 ലക്ഷം രൂപ ആവശ്യമാണ്. അല്ല വണ്ടി മേടിക്കണമെന്ന് പറയുന്ന ഗോൾ സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് വേണ്ട പ്ലാൻ നമ്മൾ സെലക്ട് ചെയ്യണം. The financial planning allow you to take an action to achieve your short or long term goals. It lay down the various investing strategies you can use to achieve your financial goals. അപ്പോൾ ഫിനാൻഷ്യൽ ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് വേരിയസ് ഓപ്ഷൻ മുന്നിലുണ്ട്. SIP ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാം. ഒരു 15 വർഷത്തേക്ക് 20 വർഷത്തേക്ക് ഞാൻ എന്താണ് SIP ഓപ്ഷൻ നമ്മൾ പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി ഞാൻ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു. ഈ എമൗണ്ട് എന്താണ് അടുത്ത 15 വർഷത്തേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് SIPയിൽ ഇട്ട് കഴിഞ്ഞാൽ 15ാമത്തെ വർഷമാകുമ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടും. ആ പൈസക്ക് എനിക്ക് ഒരു കാർ മേടിക്കാം, ആ പൈസക്ക് എനിക്ക് വീട് മേടിക്കാം. സോ എന്റെ എന്താണ് പ്ലാനാണ്. അപ്പൊ ഇതുപോലെ ഞാൻ ഏത് പ്ലാൻ ചൂസ് ചെയ്യണം എന്നുള്ളത് എന്താണ് സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് സേവിങ്സിനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനെ പറ്റിയും റിട്ടയർമെന്റ് പ്ലാനിനെ പറ്റിയും അല്ലെങ്കിൽ എന്താണ് ടാക്സ് പ്ലാനിങ്ങിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടാകണം. അപ്പൊ അതിന്റെ ബേസിൽ എനിക്ക് എന്തുണ്ടാകും? നല്ല ഫിനാൻഷ്യൽ പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതാണ് റിവ്യൂ ഫിനാൻഷ്യൽ പ്ലാൻ. ഈ പ്ലാൻ നമ്മൾ എന്താണ് നിരന്തരം റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം ഈ പ്ലാനുകൾ ചിലപ്പോൾ മാറിയേക്കാം. നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ ചിലപ്പോൾ എന്താണ് മാറിയേക്കാം. ഒബ്ജക്റ്റീവ് മാറുന്ന അനുസരിച്ച് പ്ലാൻ ഒബ്വിയസ്ലി എന്താണ് ചേഞ്ച് ആകും. ഇത് കൂടാതെ തന്നെ എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല കണ്ടീഷൻസും പല സിറ്റുവേഷൻസും നമുക്ക് എന്താണ് ഈ ഫിനാൻഷ്യൽ പ്ലാനെ ചേഞ്ച് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു മോണിറ്റർ യുവർ ഫിനാൻഷ്യൽ പ്ലാൻ റെഗുലർലി so that it is aligned to achieve your goals. The financial planning help you review your portfolio performance. അപ്പൊ എന്റെ പെർഫോമൻസ് അല്ല ഞാനിപ്പോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എന്റെ ഓപ്ഷൻ എന്താണ് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്ത് ഞാൻ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സുകൾ എന്താണ് നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ കിട്ടുന്നു. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് ബെനിഫിറ്റ്സ് കുറച്ച് ഒബ്ജക്റ്റീവ്സ് ആണ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്. നല്ലൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നു. മന്ത്ലി ഉള്ള ഇയർലി ഉള്ള നല്ലൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ഡിറ്റർമൈൻ ദ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അറിയില്ല. സോ ഡിറ്റർമൈൻ ദ കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ലൈബിലിറ്റി ആണോ കൂടുതൽ അതോ അസറ്റ് ആണോ കൂടുതൽ, അതിനുള്ള റേഷ്യോ എത്രയാണ്, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. സെറ്റിംഗ് എ ഫിനാൻഷ്യൽ ഗോൾസ്. അപ്പൊ അക്കോർഡിംഗ് ടു എന്താണ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ, ഓൺ ദ ബേസിസ് ഓഫ് കറന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ ദ സെറ്റിംഗ് എ സ്യൂട്ടബിൾ ഫിനാൻഷ്യൽ ഗോൾസ്. നല്ല ഫിനാൻഷ്യൽ ഗോൾസ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഫിനാൻഷ്യൽ ഗോൾസുകൾ സെറ്റ് ചെയ്യുക. ദെൻ സെറ്റിംഗ് എ ഫിനാൻഷ്യൽ പ്ലാൻസ്. അതിന്റെ ബേസിൽ നല്ല ഫിനാൻഷ്യൽ പ്ലാനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, അതിനെ റിവ്യൂ ചെയ്യുക, ആവശ്യമെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഡിസിപ്ലിനോട് കൂടി കൊണ്ടുപോയിക്കൊണ്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എന്താണ് ഫിനാൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ ബൈ ഫിനാൻഷ്യൽ പ്ലാനിങ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. സോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. വീണ്ടും പുതിയ ക്ലാസ്സുമായിട്ട് അടുത്തൊരു ദിവസം കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.